ഹലോ, ഇന്നത്തെ മാംഗല്യം സീരിയലിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ സീരിയലിനകത്ത് വളരെ നല്ല ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കാമുകൻ കാമുകികൾ തമ്മി മറ്റെല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് അവരുടെ പ്രേമമൊക്കെയാണ്. അതായത് നമ്മുടെ അവന്തികയുടെ പ്രിയപ്പെട്ട കാമുകനായ ധനുഷ് ഇനി തൊട്ട് ആ വീട്ടിലാണ് താമസിക്കുന്നത്. ആ താമസത്തിനകത്ത് അവർക്ക് തമ്മിൽ എന്തൊക്കെയാണ് ഇനിയുള്ള മൂമെൻറ്റ്സ് എന്നതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് ഉണ്ട്. പക്ഷേ ഇതൊന്നും അറിയാതെ പൊട്ടനാവുന്ന നന്ദൻ. കാരണം നന്ദൻ അത്ര അവന്തിക എത്ര ചീത്തയാണെന്നുള്ള കാര്യം നന്ദൻ ഏകദേശം മറന്നിരിക്കുന്ന പോലെയാണ് നന്ദൻ്റെ ഭാവം. നന്ദൻ എല്ലാവരും ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇത്രയും വലിയ ചതി സംഭവിച്ചിട്ട് വീട്ടിൽ നിന്ന് അത്രയും നാൾ പുറത്ത് നിന്ന ആളായിട്ട് പോലും പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഓരോ വ്യക്തി ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അതാണ് നന്ദൻ്റെ അവസ്ഥ. അപ്പം ഇന്നത്തെ ടോട്ടൽ എപ്പിസോഡിൻ്റെ റിവ്യൂ നമുക്ക് നോക്കാം. അപ്പം ഇന്നത്തെ എപ്പിസോഡിനകത്ത് നമുക്ക് കാണുമ്പോഴത്തേക്കും ആദ്യം തന്നെ സീരിയൽ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അച്ചു ആ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈ ധനുഷിൻ്റെ എൻട്രി വരുന്നത്. അപ്പോൾ ധനുഷിൻ്റെ എൻട്രി വരുമ്പോഴത്തേക്കും ധനുഷിനെ കാണുമ്പോഴത്തേക്കും അച്ചുവിന് ശരിക്കും ദേഷ്യം വരുമോ? ദേഷ്യം വന്നിട്ട് അച്ചു ധനുഷിനോട് ചോദിക്കുന്നുണ്ട്, തന്നോടല്ലേ ഞാൻ പറഞ്ഞത് ഓഫീസിൻ്റെ കാര്യങ്ങൾ ഓഫീസിൽ തന്നെ വേണം, ഇതിനെന്തിനാ വീട്ടിൽ വന്ന് ഓഫീസിലെ കാര്യങ്ങൾ പറയുന്ന ഓഫീസിൽ വെച്ച് തന്നെ പറയണം, അല്ലാതെ അതിലേക്ക് വീട്ടിൽ കയറി വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോഴത്തേക്കും അതിന് മാഡം ഞാൻ ഓഫീസ് കാര്യങ്ങൾ പറയാനൊന്നും വന്നതല്ല, പിന്നെ താൻ എന്താ ഇവിടെ കയറി താമസിക്കാൻ വന്നതാണോ എന്ന് നമ്മുടെ അച്ചു ചോദിക്കുമോ? ഞാൻ പറയുന്നത് അതേ മാഡം, ഇനി തൊട്ട് ഞാൻ ഇവിടെ താമസിക്കുന്നത്. അച്ചു കൊണ്ട് ഞെട്ടിപ്പോവാണ്. കാരണം ഇവൻ ഇനി ഇവിടെ താമസിക്കാൻ പോകുന്നു, ഇവൻ എന്തോ ഇത് പറയുന്നത്. അതിന് ആര് പെർമിഷൻ കൊടുത്തെന്നും കൂടെ അവൻ പറയുന്നുണ്ട്. അത് നന്ദൻ സാറ് പറഞ്ഞിട്ടാ എന്ന് പറയുമ്പോഴത്തേക്കും നന്ദനും കറക്റ്റ് കയറിയത്, ധനുഷ് എപ്പം വന്നു, ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? അത് സാർ ഇന്ന് അവിടുത്തെ ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ ആളുമായിട്ട് എനിക്കൊരു കശവിഷയം ഉണ്ടായി, അപ്പം തന്നെ ഞാൻ ഈ ബാഗൊക്കെ എടുത്തിട്ട് ഇറങ്ങി. സാറ് പറഞ്ഞ ഒരു വാക്കിനകത്ത് വിശ്വസിച്ചാണ് വന്നത്. കാരണം എനിക്ക് റൂമൊക്കെ റെഡിയാണോ സാർ, കാരണം സാറ് പറഞ്ഞ് വന്ന് താമസിച്ചോളാൻ പറഞ്ഞപ്പോഴത്തേക്കും വന്നതാന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് അതിനെന്താ പിന്നെ ധനുഷ്, ഓക്കെ അപ്പോൾ ഇന്ന് തൊട്ട് തന്നെ താമസിക്കണോ? അത് തന്നെ എന്ന് പറഞ്ഞ് അപ്പം താമസിക്കാനായിട്ടുള്ള എല്ലാ സൗകര്യമായിട്ട് വന്നിരിക്കുന്ന ധനുഷിനെ കണ്ടിട്ട് നന്ദന് റിയാക്ഷനൊന്നുമില്ല, നന്ദന് സന്തോഷം തന്നെ. അങ്ങനെ നന്ദനും അർച്ചനയും എല്ലാം നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്നേഹയും കൂടെ വന്നു. സ്നേഹയ്ക്ക് ഇത് കണ്ട് ഭയങ്കര സന്തോഷം. സ്നേഹം ധനുഷ് നോക്കുന്നുണ്ട്, ധനുഷിന് സ്നേഹം നോക്കുന്നുണ്ട്. ഇത്രയും സംസാരിക്കുന്നിടയ്ക്കാലും ആ ഒരു ഒരു ചെറിയൊരു റൊമാൻസ് സ്നേഹമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ധനുഷ് കണ്ണുകൊണ്ട് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ അവന്തികയുടെ എൻട്രി. അവന്തികയും കൂടെ അവിടെ വന്നിട്ട് ഒന്നും അറിയാതെ പോലെ നിൽക്കുമ്പോഴത്തേക്കും ധനുഷ് അവന്തിക മാഡം ഹായ്, ഞാൻ ഇനി തൊട്ട് ഇവിടെ കാണും, ഇവിടാണ് ഞാൻ ഇനി താമസിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോഴത്തേക്കും അവന്തിക തനിക്ക് ഒന്നും അറിയാത്ത വ്യക്തിയെ പോലെ അഭിനയിക്കാൻ നോക്കുന്നെങ്കിലും അവന്തികയുടെ മുഖം അതിനൊന്നും സമ്മതിക്കുന്നില്ല. അവന്തിക ധനുഷിനെ കാണുമ്പോഴത്തേക്കും ചുറ്റ് പരിസരങ്ങൾ മറക്കും. നമ്മൾ എങ്ങനെയാണ് തട്ടത്തിൻ മറയത്തിനകത്ത് സാറേ ഓള് തട്ടം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചുറ്റിട്ടൊന്നും കാണത്തില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ അവന്തിക ധനുഷിനെ കണ്ടു കഴിഞ്ഞാൽ താനൊരു കുടുംബിനിയാണെന്നോ മറ്റുള്ള ഒരു മരുമകളാണെന്നോ എല്ലാം മറന്നിട്ട് തന്നെ ചുറ്റിനൊന്നും കാണാതെ ധനുഷിനെ മാത്രമേ കാണത്തുള്ളൂ എന്ന രീതിയിലാണ് അവന്തികയുടെ ബിഹേവിയർ. അപ്പം ധനുഷും അതുപോലെ തന്നെ ഇവരാരും കാണിക്കുന്ന കാര്യങ്ങൾ കാണാതെ മണ്ടന്മാരെ പോലെ കാഴ്ചയ്ക്ക് നിൽക്കുന്ന ബാക്കി ഉള്ള എല്ലാവരും. പക്ഷേ ഇതെല്ലാം നമ്മുടെ അച്ചു ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം അവന്തികയുടെ മുഖത്തിൻ്റെ ഭാവം മാറുന്നത്, അതുപോലെ തന്നെ ഈ ധനുഷിൻ്റെ മുഖത്തിന് അവന്തിയെ കാണുമ്പോൾ ഒരു പ്രസരിപ്പും ഇതെല്ലാം നമ്മുടെ അച്ചു നോട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ചു വേറൊരു കാര്യം നോട്ട് ചെയ്യുന്നതാണ്, എങ്ങനെയാണ് ഈ ധനുഷിനെ കാണുമ്പോൾ സ്നേഹയുടെ ബിഹേവിയറിനകത്തും ഇച്ചിരി മാറ്റങ്ങളുള്ളത്. അതായത് ആ ഒരു ടീനേജിൻ്റെ ആ ഒരു ഇതിനകത്ത് ഒരു ട്രാപ്പിൽ വീണ് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പെണ്ണിനെ പോലെ ഇരിക്കുന്ന സ്നേഹയുടെ കാര്യം നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പിന്നെ മേളിൽ സച്ചി ഇറങ്ങി വരുന്നുണ്ട്. സച്ചിൻ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. കാരണം ഒരാൾ താമസിക്കാൻ വന്നതിനകത്ത് തെറ്റ്. അപ്പം ഇവർ വൈസ് പ്രസിഡൻ്റ് ആണല്ലോ. ഇപ്പോൾ ഈ സീനകത്തൊന്നും സേതുമാധവനില്ല. ഇതുവരെ സേതുമാധവൻ ഇവൻ താമസിക്കാൻ വന്ന കാര്യം അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. കാരണം ഇതുവരെ കാണിച്ചിട്ടില്ല. അപ്പോഴത്തേക്കും അവന്തിക ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും എന്നാൽ ധനുഷ് അങ്ങോട്ടേക്ക് ഔട്ട് ഹൗസിലേക്ക് ചെല്ല്, അവിടെ എല്ലാം ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ആരും സ്നേഹയോട് പറഞ്ഞില്ല അവിടെ പോയി റൂം കാണിച്ചു കൊടുക്കാനൊന്നും. സ്നേഹ നേരെ അങ്ങ് ധനുഷിൻ്റെ പിറകെ പോയി അങ്ങ് കാണിച്ചു കൊടുക്കുവാണ്. അപ്പം അത് പോകുമ്പോഴത്തേക്കും നേരെ അച്ഛൻ നേരെ ആ വാതിൽ വന്ന് നോക്കുമ്പം സ്നേഹ ഞാൻ ബാഗ് പിടിക്കാം സ്നേഹ കാണിക്കുന്ന ആക്ഷനും അതിന് വേണ്ട എന്ന് പറയുന്നത് കാണിക്കുന്ന ധനുഷിൻ്റെ ആക്ഷനും ഒക്കെ കണ്ടിട്ട് അർച്ചനയ്ക്ക് ഒരു അമ്മ എന്നൊരു സ്ഥാനത്ത് ഒരാൾക്ക് എങ്ങനെ ദേഷ്യം വരുമോ ആ ദേഷ്യവും കൂടെ വന്ന് അർച്ചന നിൽക്കുവാണ്. ഒരു ഭാഗം നമ്മുടെ അവന്തിക എൻ്റെ ഗൂഢാലോചനകളൊക്കെ ഇനി സൂപ്പറായിട്ട് നടക്കും, ഞാനിനി എല്ലാ കാര്യം നോക്കാവുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഭയങ്കര രീതിക്ക് അത് ഹാപ്പിയായിട്ട് നിൽക്കുന്ന അവന്തിക. ഈ രണ്ട് ഫേസാണ് ഈ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് ആ റൂം കാണിച്ചു കൊടുക്കുകയാണ് സ്നേഹ. അപ്പോൾ റൂമിനകത്ത് റൂമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഔട്ട് ഹൗസ് കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ എങ്ങനെ ഇരിക്കാനാണ്, എനിക്കിതൊക്കെ പണ്ടേ ഇഷ്ടപ്പെട്ടതല്ലേ, എനിക്കിവിടെ എല്ലാവരെയും ഇഷ്ടമാണ്, സന്ദീപ് സാറിനെയും
എനിക്ക് ഒത്തിരി നേരത്തെ തന്നെ ഇഷ്ടപ്പെട്ടതാണ് എന്ന് പറയുമ്പോഴത്തേക്കും സ്നേഹ എന്ന് നോക്കുമ്പോഴത്തേക്കും പറയുന്നത് അല്ല നെല്ലിശ്ശേരിയുടെ അല്ലേ പിന്നെ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്നൊക്കെ പറഞ്ഞ് ഫ്ലേർട്ട് ചെയ്യുവാണ്. അതിൻ്റെ ഒപ്പം തന്നെ എന്താണ് പറയുന്നുണ്ട് എനിക്കിവിടെ അല്ലെങ്കിൽ എല്ലാവരും ഇഷ്ടമാണ്, കാരണം സന്ദീപ് സാറിനെ ഇഷ്ടമാണ്, പിന്നെ ആതിര മാഡത്തിനെ ആവട്ടെ, ശശി സാറിനെ ആവട്ടെ, നന്ദൻ സാറിനെ ആവട്ടെ, അവന്തിക മാഡത്തിനെ ആവട്ടെ, എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിനകത്ത് പറഞ്ഞ ആൾക്കാരുടെ പേര് കുറവാണെങ്കിലും ഞാൻ പറയാത്ത ആൾക്കാരെ എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ സമയമാവട്ടെ എല്ലാം പറയാം എന്നാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ ഇവരെന്താണ് നല്ലൊരു ട്രാപ്പ് നല്ലൊരു വല വിരിക്കുന്ന നമ്മുടെ സ്നേഹയ്ക്ക് തന്നെയാണ്. സ്നേഹ പാവം ഇതൊന്നും അറിയാതെ സ്നേഹയും എന്താണ് ഇഷ്ടമാകുന്നുണ്ട് എന്നതാണ്. അപ്പോഴത്തേക്കാണ് എന്താണ് അവിടെ വയലിൻ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോഴത്തേക്കും ആ വയലിനോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പറയുമ്പോഴത്തേക്കും ആ വയലിനാണ്, അത് പണ്ട് സന്ദീപ് ഏട്ടൻ്റെ പഠിക്കണമെന്ന് എന്നിട്ട് ഒരിക്കൽ ഒരു കൗതുകം തോന്നിയപ്പോഴത്തേക്കും മേടിച്ചാണ്, പിന്നെ ഇവിടെ ആരും ഇത് യൂസ് ചെയ്യാറില്ല എന്നൊക്കെ പറഞ്ഞു. എന്താ മാഷിന് വായിക്കാൻ അറിയാമോ? അങ്ങനെയൊന്നും അറിയത്തില്ല, പണ്ട് എങ്ങനെയോ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ച് ആദ്യം ഒരു ചുമ്മാ ഒരു ട്യൂൺ വായിക്കുന്നുണ്ട്. അതെന്താണ് സ്നേഹം പറയുന്നത്, അയ്യോ അപശബ്ദമാണല്ലോ മാഷെ പുറപ്പെടുവിക്കുന്ന പറയുമ്പോഴത്തേക്കും ഇവൻ്റെ റിയൽ ടാലൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ MS ധോണിയുടെ സോങ് ഉണ്ടല്ലോ, അതാണ് അവൻ എന്താ വയലിനകത്ത് പ്ലേ ചെയ്യുന്നത്. അതായത് ഈ ലൈൻസാണ് പ്ലേ ചെയ്യുന്നത്. आता है सीने में जब जब सांसें भरती हो तेरे दिल की गलियों से मैं हर रोज गुजरती हूँ हवा के जैसे चलता हूँ मैं रेत जैसे उड़ती हूँ कौन तुझे यूँ प्यार करेगा जैसे मैं करती हूँ. പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും അത് കേട്ട് ഭയങ്കര അങ്ങ് രസിച്ച് ലയിച്ചങ്ങ് നിൽക്കുവാണ്. കാരണം ആ ലാസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാമല്ലോ അത് ഭയങ്കര റൊമാൻറ്റിക്കായ ലൈനാണ്. അതായത് കോൻ തുജേ യു പ്യാർ കരേഗ ജൈസെ മേ കർത്തി ഹൂँ, അതായത് ആരാണ് നിന്നെ ഞാൻ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കുന്നത് എന്നാണല്ലോ ആ പാട്ടിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പം ആ ലൈനും കൂടെ ആകുമ്പോഴത്തേക്കും സ്നേഹം അങ്ങ് രസിച്ചങ്ങ് നിൽക്കുവാണ്. അപ്പം അത് അപ്പോഴത്തേക്കും അവനെ വയലിൻ അങ്ങ് നിർത്തിയിട്ട് സ്നേഹം നോക്കണം. അപ്പം എന്താ ഇവിടെ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അല്ല ഞാൻ ചുമ്മാ പാട്ട് കേട്ട് നിന്നേ ഉള്ളൂ എന്ന് സ്നേഹ പറയുന്നു. എന്താ ഇഷ്ടപ്പെട്ടോ? ഉടനെ സ്നേഹ പറയുന്നുണ്ട് നോക്കട്ടെ, എനിക്ക് മെരുക്കെടുക്കാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ നോക്കാമെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും ധനുഷ് പറയുന്നുണ്ട് കൂടെ ഇവിടെ വന്നാൽ നമുക്കിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി നമുക്കിങ്ങനെ ഈ മ്യൂസിക്കൊക്കെ പഠിച്ചിരിക്കാം. സ്നേഹ വന്നാൽ ഞാൻ സ്നേഹയ്ക്ക് ഇത് എന്താണ് വയലിൻ വായിക്കാനായിട്ട് പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കട്ടെ, ഇഷ്ടപ്പെട്ടോ ഞാൻ വായിച്ചെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും സ്നേഹ പറയുന്നുണ്ട് നോക്കട്ടെ, എനിക്ക് മെരുക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇഷ്ടപ്പെടും, ഇഷ്ടക്കേടൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതായത് സ്നേഹ പറയുന്നതിനകത്തും അവൻ ചോദിക്കുന്നതും എല്ലാം ഒരു ഉള്ളർത്ഥം വെച്ചാണ്. അതായത് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കാതെ ഇഷ്ടപ്പെട്ടു പെട്ടില്ല എന്ന് പറയുന്നത് അങ്ങനെ എന്താണ് സൈഡായിട്ട് പറയുന്നില്ല. ഡയറക്റ്റ് പ്രപ്പോസിങ് ഇല്ലാതെ ഒരു ഇൻഡയറക്റ്റായിട്ട് പ്രപ്പോസ് ചെയ്യുന്ന രീതിക്കകത്തുള്ള കോൺവെർസേഷൻസാണ് പോകുന്നത്. അപ്പോൾ സ്നേഹ തിരിച്ച് വരുന്നവരെ സ്നേഹ കാത്ത് തന്നെ നിൽക്കുവാണ്. ആരെന്നറിയോ? അപ്പോൾ സ്നേഹ പോവാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പോയിക്കോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും എന്നാൽ ശരി പോയിക്കോന്ന് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും അകത്ത് എന്താണ് അർച്ചന സ്നേഹയെ കാത്തിരിക്കുന്നുണ്ട്. അർച്ചന സ്നേഹത്തെ പറയുന്നുണ്ട് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞാണ് അയാൾക്ക് വേണ്ടി എന്നാൽ ബാഗും തൂക്കിക്കൊണ്ടും പോകേണ്ട ആവശ്യമൊന്നും നിനക്കല്ല, നീ നിൻ്റെ സ്ഥാനത്ത് നിൽക്കണം, അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് പോകണം. ഇത് ഞാൻ പറയുന്ന വേറൊന്നും കൊണ്ടല്ല, നിൻ്റെ പ്രായം അതായത് കൊണ്ടാണ്. പിന്നെ നമ്മൾ കരഞ്ഞിട്ട് പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് ഒരിക്കലും തിരുത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ രാത്രി എന്താണ് നന്ദൻ ഇങ്ങോട്ടേക്ക് റൂമിലേക്ക് വരുന്നു. വരുമ്പോഴത്തേക്കും അർച്ചന എന്താണ് നന്ദനെ നിർത്തിയിട്ട് നന്ദേട്ടാ ഞാൻ ഒന്ന് സംസാരിച്ചോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അച്ഛനെ പറ എന്താ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നന്ദേട്ടാ ഈ ധനുഷിനെ നമ്മുടെ വീട്ടിൽ തന്നെ താമസിപ്പിക്കുന്നത് അത്ര ശരിയാണോ? കാരണം നമ്മുടെ വീട്ടിനകത്ത് ഞാൻ വേറൊന്നും കൊണ്ട് ചോദിച്ചതല്ല, നമ്മുടെ വീട്ടിൽ 2 പെൺകുട്ടികളുണ്ട്. ഒന്ന് എന്താണ് അപ്പോഴത്തേക്കും എന്താണ് ഒന്ന് നമ്മുടെ എന്താണ് ഈ അവധിയുടെ അനിയത്തിയുണ്ട്, അനഘയുണ്ട്, അതുപോലെ തന്നെ സ്നേഹയുണ്ട്. അപ്പം അതുകൊണ്ട് അത്ര ശരിയാണോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതുമല്ല ഇയാളെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് അപ്പം നന്ദൻ പറയുവാണ് അങ്ങനെയൊന്നുമില്ല അർച്ചന, അത് അർച്ചനയുടെ ചിന്തയുടെ കാഴ്ചപ്പാടാണ്. ഞാൻ നോക്കിയെടുത്തോളം എന്താണ് ഓഫീസിനകത്ത് ഇഷ്ടംപോലെ പെൺപിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാവരുമായിട്ടും എന്താണ് ഈ ധനുഷ് സഹകരിക്കുന്നുണ്ട്. ഞാൻ അവിടെ നിന്നൊന്നും ഒരു മോശം ബിഹേവിയർ അവനിൽ നിന്ന് കണ്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ പേടിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അർച്ചന, അതാണ് കാര്യം. പിന്നെ ഒന്നാമത്തെ കാര്യം സ്നേഹയുടെ കാര്യത്തിൽ എനിക്ക് എന്നെക്കാളും വിശ്വാസമാണ് സ്നേഹയുടെ കാര്യത്തിന്. പിന്നെ അവന്തിയുടെ അനഘയുടെ കാര്യത്തിനകത്ത് എനിക്കൊന്നും പറയാനില്ല, അത് അവളുടെ വിധി പോലെ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്താണ് അവരെ ടോപ്പിക്ക് ഇതാക്കണം. അർച്ചനയ്ക്കും കൂടുതൽ എന്താണ് അങ്ങോട്ടേക്ക് കയറി കിടന്ന് എന്താണ് അർച്ചനയുടെ മനസ്സിലെ ഭയം എന്നൊന്നും നേരെ നന്ദൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല. അർച്ചന ഇതൊക്കെ ചിന്തിച്ച് എന്താണ് അർച്ചന ഭയങ്കര ടെൻസ്ഡാണ്. അർച്ചന എത്രയോ സംസാരിച്ച് നോക്കാൻ നോക്കി, പക്ഷേ ഒന്നും ഏറ്റില്ല. പിന്നെ എന്താണ് ഈ കുറച്ചും കൂടെ എന്താണ് അർച്ചന
നേരെ ചൊവ്വേ തന്നെ എന്താണ് സ്നേഹ എടുത്ത് ഇതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു ഉപദേശം കൊടുക്കുവാണ്. അതായത് ഈ ആവേശം സ്നേഹയ്ക്ക് എന്താണ് ഈ ധനുഷിനെ കാണുമ്പോൾ ഒരു ആവേശം, ആ റെസ്പോൺസിങ് കൊടുക്കുന്ന ആ ഒരു രീതി അത് തെറ്റായിരിക്കും എന്ന് അർച്ചനയ്ക്ക് തോന്നുന്നുണ്ട്. നീ ചെയ്ത് തെറ്റാ എന്നല്ല പറയുന്നത്, കാരണം സ്പഷ്ടമായ ഒരു കാര്യത്തിന് തെറ്റെന്ന് പറയാനില്ല. കാരണം ആ തെറ്റിലേക്ക് പോകാൻ പാടില്ല എന്നതുകൊണ്ട് മുൻകൂട്ടി പറയുക എന്നുള്ളത് അർച്ചന പറയുന്നുണ്ട്. സ്നേഹയ്ക്ക് അത് കേട്ടിട്ട് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു പ്രായത്തിനകത്ത് എന്തൊക്കെ നല്ല ഉപദേശം കിട്ടിയാലും എത്ര തേനാണെങ്കിലും ആ ഉപദേശം ചെവി കേൾക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് തേനായിട്ടും പാലായിട്ടും തോന്നത്തില്ല. അപ്പം അതേ റെസ്പോൺസ് തന്നെയാണ് സ്നേഹ ആ ഒരു ഏജൻറ്റ് കാണിക്കുന്നത്. അത് അർച്ചനയ്ക്ക് കൂടുതൽ എന്താണ് ഭയങ്കര ടെൻഷൻ കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ കാണിക്കുന്നത് രാത്രിയാണ്. ഇതാണ് രസകരമായ സീൻ എന്ന് പറയുന്നത്, മിസ് ചെയ്യാൻ പാടില്ലാത്ത സീൻ. അതായത് അവന്തിക എന്താണ് നേരെ വന്ന് മേളത്തെ ബാൽക്കണിയിൽ നിന്നിട്ട് എന്താണ് ധനുഷിനെ വിളിക്കുന്നു. അപ്പം ധനുഷ് പറയുന്നുണ്ട്, ധനുഷ് എവിടെ ഉണ്ട്, ധനുഷ് അവിടെ ഗാർഡനകത്തുണ്ട്. അപ്പം ധനുഷ് ആ അവന്തിക സ്ഥിരയിക്കുന്ന സ്വിങ് ഉണ്ടല്ലോ ആ ഭാഗത്ത് നിൽപ്പുണ്ട്. അപ്പോഴത്തേക്കും ധനുഷ് എന്താണ്, ഹലോ, ഈ ഒരു കോളിന് വേണ്ടി ഞാൻ എത്ര കാത്തിരിക്കാമെന്ന് അറിയോ, ഞാൻ നിൻ്റെ അടുത്ത് ഇത്ര എത്തിയിട്ട് നീ എന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോഴത്തേക്കും എടാ പൊട്ടാ, നിനക്ക് എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് നോക്കുമെന്ന് പറയുന്നത്. അപ്പം മേളിലേക്ക് നോക്കാൻ പറയുന്നത്. അപ്പം ഈ ധനുഷ് തിരിഞ്ഞു നിന്ന് ആകാശം നോക്കുക. എടാ ആകാശത്തേക്കല്ല പൊട്ടാ, നീ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്ക്. അപ്പം എന്നിട്ട് അവന് കണ്ടില്ല. അപ്പം പറയുന്നത് എടാ നീ ബാൽക്കണിയിലേക്ക് നോക്ക്. അപ്പം ഹായ് പറയുന്നു. അങ്ങനെ രണ്ടുപേരും താഴെ മേളിൽ നിന്ന് ഫോൺ സംസാരിച്ചുകൊണ്ട് ഹായ് പറയുവാണ്. അതായത് ധനുഷ് താഴത്ത് എന്താണ് ഗാർഡനകത്തും അവന്തിക മേളിൽ ആ സിറ്റ് ഔട്ടിനകത്ത് നിന്നിട്ട് ആ ബാൽക്കണിയിൽ നിന്നിട്ട് രണ്ടുപേരും ഫോൺ ചെവി വെച്ചിട്ട് ആക്ഷനും കണ്ണും മുഖവും മാത്രം നോക്കി സംസാരിക്കുന്നു. എൻ്റെ ഒരു വിധി നോക്കണേ, ഇഷ്ടമല്ലാത്ത ഒട്ടുമേ താല്പര്യമില്ലാതെ അറപ്പ് തോന്നുന്നവൻ്റെ കൂടെ രാത്രി കിടക്ക പങ്കിടണം. ഇഷ്ടമുള്ളവൻ അരികത്തിരുന്നിട്ട് പോലും അവൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. എനിക്ക് ഈ ഫോൺ വിളിക്കണമെങ്കിൽ തന്നെ എന്തൊരു പാടാ, നിനക്ക് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇവിടെ എത്ര പേരെ കണ്ണ് വെട്ടിച്ച് വേണം വരാമെന്നറിയാവോ എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്തു സംസാരിക്കുന്നു. ഇനി അടുത്ത നമ്മുടെ പ്ലാൻ എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുന്നു. അപ്പം ധനുഷ് പറയുന്നു, എനിക്കിവിടെ ഒരു സ്ഥാനം ഞാൻ എന്തായാലും ഉറപ്പിച്ചെടുക്കും. അതായത് അത് ഉറപ്പിച്ചെടുക്കുമ്പോഴായിരിക്കും നമുക്ക് ബാക്കിയെല്ലാം നിറവേറ്റാൻ പറ്റുന്നത്. പിന്നെ ഇത് ഇങ്ങനെയൊക്കെയാണ് മോളെ വിധി. അതായത് നിനക്ക് ഇഷ്ടപ്പെട്ടവനല്ല നിൻ്റെ അടുത്തെങ്കിലും അത് സഹിക്കേണ്ടി വരുന്നത് അതൊരു വിധിയാണ്, അതൊക്കെ നമുക്ക് മാറ്റാം എന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേക്ക് അവന്തികയുടെ യഥാർത്ഥ മനസ്സിലിരിപ്പ് വേറൊരു കാര്യം കൂടെ വരുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നിൻ്റെ എന്താണ് സ്നേഹയുടെ ഉള്ള ഒരു ഇളക്കവും മറിച്ചിലും എല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായി. എന്താ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നീ അങ്ങനെ എന്നെ സംശയിക്കാൻ തുടങ്ങിയോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടെന്ന്, അതിനൊക്കെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വേണം. ചിലപ്പോൾ ഞാൻ നമ്മുടെ ബദ്ധശത്രുവായിട്ടുള്ള അർച്ചനയോട് പോലും ഇങ്ങനെ വഴിവിട്ട് സംസാരിച്ചെന്നിരിക്കും, നിയന്ത്രണം വിട്ട് സംസാരിച്ച് പോയെന്നിരിക്കും. അതൊന്നും നോക്കി എന്താണ് ഒരു സാധാരണ ഒരു ക്ലീഷേ കാമുകയെ പോലെ ഭയപ്പെടേണ്ടയോ അല്ലെങ്കിൽ അതിനകത്ത് ജലസി തോന്നേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അവന്തിയോട് പറയുമ്പം, ഞാനൊരു സാധാരണ പെണ്ണാണ്, എനിക്കിഷ്ടപ്പെട്ട പുരുഷൻ മറ്റൊരു സ്ത്രീയായിട്ട് സംസാരിക്കുമ്പോൾ അത് സഹിച്ച് നിൽക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല എന്ന് പറയും. അതിന് അവന്തിക ഒരു സാധാരണ സ്ത്രീയാണെന്ന് ആര് പറഞ്ഞു? അവന്തിക ധനുഷിൻ്റെ എന്താണ് കാമുകിയല്ലേ എന്ന് പറയുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ അവൻ തിരിഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ അവന്തിക മേളിൽ ചോദിക്കുക, നിനക്കെന്താ അത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ? അത് ഞാൻ സത്യം പറയുമല്ലോ, എനിക്ക് ഈ വിധ കാര്യങ്ങളൊക്കെ നിൻ്റെ മുഖത്ത് നോക്കി പറയാൻ ഇപ്പോഴും എനിക്ക് സത്യത്തിൽ ഒരു ചമ്മലാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മി നോക്കി. ധനുഷ് അവിടെ നിന്ന് ആ ഒരു പോർച്ചിൽ നിന്ന് കാറിനകത്ത് കൈയും കൊടുത്ത് ചെവി ഫോണും വെച്ചുകൊണ്ട് നേരെ അവന്തികയെ നോക്കി രണ്ടുപേരും റൊമാൻറ്റിക് ലുക്സുമായിട്ട് അങ്ങോട്ടേക്ക് നോക്കി നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഈ ധനുഷിൻ്റെ ബാക്കിൽ കൂടെ നന്ദൻ വരുന്നു. നന്ദനെ നേരെ കാണുന്നത് അവന്തികയാണ് മേളിൽ നിൽക്കുന്നതുകൊണ്ട് അവന്തിക കാണുന്നത്. കാരണം ധനുഷ് തിരിഞ്ഞ് നിൽക്കുന്നത്. അവന്തിക ഉടൻ തന്നെ അവിടെ നിന്ന് സ്കൂട്ടാവുകയാണ്, അവിടെ അങ്ങ് എസ്കേപ്പ് ആവുകയാണ്. പിന്നെ നിൽക്കുന്ന ആ ധനുഷ് മാത്രമാണല്ലോ അവിടെ നിൽക്കുന്നത്. അപ്പം ധനുഷ് കാണുന്നില്ല, അവന്തിക പോവുകയും ചെയ്ത് ഈ നേരെ വന്നിട്ട് നന്ദൻ എന്താണ് തോളിലാണ് പിടിക്കുന്നത്. ഉടനെ ഇവൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. കാരണം ലൈനിൽ ഇരിക്കുന്ന ആരാണ്? യഥാർത്ഥത്തിൽ നന്ദൻ്റെ ഭാര്യ തന്നെയല്ലേ. അപ്പോഴത്തേക്കും ഞാൻ ചോദിക്കുന്നുണ്ട്, എന്താ വല്ല ചുറ്റിക്കളിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല സാർ ചുറ്റിക്കളിയൊന്നുമല്ല. അപ്പം നന്ദൻ പറയുന്നുണ്ട്, അല്ല വല്ല പ്രേമത്തിൽ വല്ലതും പോയതാണോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, അല്ല സാർ പ്രേമമൊന്നുമല്ല, വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചത് കേട്ടോ. അമ്മ എന്നും വിളിക്കാറുണ്ട്, ഞാൻ എല്ലാ ദിവസവും ജോലിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അമ്മയെ വിളിക്കും. അപ്പം അന്നേരമാണ് സംസാരിക്കാൻ സമയം കിട്ടുന്നത്. ഉടനെ നന്ദൻ പറയുന്നു, അങ്ങനെയല്ല, ജോലിയിലാണെങ്കിൽ എന്ത് തിരക്കിനകത്തായിരുന്നു അമ്മയുടെ ഒരു കോൾ വന്നാൽ ഒരു മിനിറ്റ് എടുത്ത് സംസാരിക്കാൻ ധനുഷ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ ഇല്ലാതാക്കുമ്പോഴേ അമ്മ എന്ന് വിളിക്കാനുള്ളതിൻ്റെ ആ ഒരു വില മനസ്സിലാകത്തുള്ളൂ. ഇതാണ്ട് ഞാനൊക്കെ എത്ര കാലം കൊണ്ടാണെന്നറിയാം അമ്മ എന്ന് വിളിക്കാനായിട്ട് ഭയങ്കര കൊതിക്കുന്നതെന്ന് നന്ദൻ എന്താണ് ധനുഷിനടുത്ത് പറയുന്നുണ്ട്. അപ്പം ആ അമ്മ എന്നുള്ള വിളിയൊക്കെ വിളിക്കാൻ പറ്റും എത്ര നാളായെന്ന് അറിയോ ധനുഷ് എന്ന് നന്ദൻ അങ്ങ് പറഞ്ഞ് ഇമോഷൻ ആവണം. മനസ്സിലാവുന്നുണ്ട് സാർ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. കൂടെ നിന്ന് ചതിക്കുവാണ് ഇവൻ. അതിൻ്റെ ഒപ്പം തന്നെ ആലോചിക്കുന്നു, നിന്നെ കുഴി വെട്ടിയിട്ടിട്ടേ ഞാൻ പോകത്തുള്ളൂ എന്നുള്ള രീതിക്കകത്ത് ധനുഷ് എന്താണ് ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ നന്ദനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ കാരണം ഉള്ളിലൊന്നും പുറത്തൊരു രീതിക്കകത്തൊരു സംസാരിക്കാൻ പറ്റുന്ന കഴിവ് വെച്ചിട്ട് രണ്ടുപേരും നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്.
അപ്പം എന്താണ് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ തന്നെ അമ്മയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഫാമിലി എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ ഇവർ സംസാരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അർച്ചന എന്താണ് റൂമിനകത്ത് നിൽക്കുന്നു. അർച്ചന ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നതായിട്ടാണ് റൂമിനകത്ത് കാണിക്കുന്നത്. അതുപോലെ ധനുഷ് താഴെ എന്താണ് ഞാൻ ഇവിടെ എന്തായാലും ഇവരെല്ലാം ഒന്ന് കൈക്കലാക്കിയിട്ട് മാത്രമേ ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങത്തുള്ളൂ എന്നുള്ള രീതിക്കകത്ത് ധനുഷ് ചിന്തിക്കുന്നു. ഇതാണ് ഇന്നത്തെ സീരിയലിൻ്റെ ടോട്ടൽ അപ്ഡേറ്റ്. അപ്പം എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽസ് ഉടൻ തന്നെ ഇടുന്നുണ്ട്. അപ്പം അതും കൂടെ നോക്കണം കേട്ടോ. താങ്ക്